വേനൽ മഴയ്ക്കിടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. ആളപായങ്ങളോ പരിക്കുകളോ ഇല്ലെങ്കിലും വീടുകൾക്കും കൃഷികൾക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വേനൽ മഴയ്ക്കിടെയുണ്ടായ ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴ ആട്ടായം മേഖലയിൽ വ്യാപക നാശമാണുണ്ടായത്. ആളപായങ്ങളോ പരിക്കുകളോ ഇല്ലെന്നാണ് വിവരം. ഞായറാഴ്ച വൈകിട്ടാണ് മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് വീശിയത്. ആട്ടായം കാരിക്കുഴി നൌഷാദിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. റോഡിലേക്ക് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വൻമരങ്ങൾ പലയിടത്തും റോഡിനു കുറുകെ കിടക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾക്കും ലൈനുകൾക്കും വ്യാപക നാശമുണ്ട്. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വാഴ, റബ്ബർ, റംബുട്ടാൻ, ജാതി, കപ്പ, പച്ചക്കറി കൃഷികൾക്ക് വലിയ നാശമാണ് സംഭവിച്ചത്. പ്രദേശത്തെ വൈദ്യുതി വിതരണവും താറുമാറായി. കാറ്റിൽ മൂവാറ്റുപുഴ മുളവൂർ അറയ്ക്കപ്പറമ്പിൽ സുജിത്ത് സുകുമാരന്റെ വീടിന് മുകളിൽ ആഞ്ഞിലി വീണ് വീടിന് സാരമായ കേടുപറ്റി. മേൽക്കൂരയിലെ ഓടും ഷീറ്റും കമ്പികളും നശിച്ചു. വീടിനകത്തേക്ക് കമ്പ് വീണ് വീട്ടുപകരണങ്ങൾക്കും നാശമുണ്ട്. മേൽക്കൂരയുടെ പകുതിയിലേറെ തകർന്നു. മൂവാറ്റുപുഴ നിരപ്പ് പാപ്പാള കുന്നുകുടിയിൽ ശിവൻകുട്ടിയുടെ വീടിന് മുകളിൽ ആഞ്ഞിലി വീണു. വീടിന് കേടുപാടുണ്ട്. കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് കാണിച്ച് എൻ അരുൺ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അപകട വിവരങ്ങൾ കളക്ടറെ അറിയിച്ചതായി അരുൺ പറഞ്ഞു. അടിയന്തര സഹായം അനുവദിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.